നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. മുഖ്യമന്ത്രി ശുഭിതനായാൽ ഹ ഹ, അതേസമയം സുരേഷ് ഗോപി ശുഭിതനായാൽ ഹോ ഹോ. ഇതാണ് ഇവിടത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇല്ലെങ്കിൽ വിശദമാക്കി തരാം. ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. SFIO റിപ്പോർട്ട് വന്നതോടെ സ്വന്തം മകള് വീണ വെള്ളം കുടിക്കുന്നത് താങ്ങാനാവാതെ ഒരച്ഛൻ അഴിമതിയൊക്കെ മോള് നടത്തി. എന്നാലും അച്ഛനാണല്ലോ. CMRLുമായി ബന്ധപ്പെട്ട് SFIO റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ശുഭിതനായി പ്രതികരിച്ച മുഖ്യമന്ത്രി. സ്വാഭാവികം ഒരച്ഛന്റെ രോദനം. അസംബന്ധം എഴുന്നള്ളിക്കാൻ അധികം സമയം കളയണ്ട. വെറുതെ ഇത്തരം കാര്യം പറയാൻ വേണ്ടി മാത്രം അവസരം എടുക്കരുത്. കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യത്തിൽ സ്വാഭാവിക നടപടി ഉണ്ടാകും. അത് വരുമ്പോൾ നോക്കാം. ഇതായിരുന്നു മുഖ്യൻ ദേഷ്യത്തിൽ പറഞ്ഞ കാര്യം. ഇത്രയും ശുഭിതനായെങ്കിലും മുഖ്യമന്ത്രി വിവാദത്തിൽ പെട്ടില്ല. അച്ഛന്റെ വേദനയായി മാപ്രകൾ ഇതിനെ വരുത്തി തീർത്തു. ആയിക്കോട്ടെ, പക്ഷെ എന്റെ ചോദ്യം മറ്റൊന്നാണ്. സുരേഷ് ഗോപിക്ക് ഇതൊന്നും ബാധകമല്ലേ? സുരേഷ് ഗോപി വാ തുറന്നാൽ പ്രശ്നമാണ്. വിവാദങ്ങളിൽ പിടിച്ചിടാനും അദ്ദേഹത്തെ ഒരു ധിക്കാരിയായി ചിത്രീകരിക്കാനും മാധ്യമങ്ങൾക്കും മറ്റ് പാർട്ടിക്കാർക്കുമുള്ള ഊർജം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത്? വഴിതടഞ്ഞ മാധ്യമ പ്രവർത്തകയെ ഒന്ന് നീങ്ങാൻ പറഞ്ഞത് അപമര്യാദയായി പെരുമാറലായി. ആദിവാസി വകുപ്പിന്റെ ചുമതല ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് അടുത്ത വിവാദം. അത് പറയാനുള്ള കാരണം ആരും പരിശോധിച്ചില്ല. ഉടനെ സുരേഷ് ഗോപി അപമാനിച്ചു. സുരേഷ് ഗോപിക്ക് നടക്കാൻ പോലും ഇടം നൽകാതെ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു. മനുഷ്യനല്ലേ, സ്വാഭാവികമെന്ന് ഒരു മാധ്യമങ്ങളും പറയുന്നത് ഞാൻ കേട്ടില്ല. വെറുതെ ഒരു ചിത്രം കിട്ടിയാൽ പോലും അദ്ദേഹത്തെ ഫ്യൂഡൽ പ്രഭുവായി സൃഷ്ടിക്കുന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യം. പിന്നെ പറയണ്ടല്ലോ, സുരേഷ് ഗോപി ധിക്കാരി എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങൾ തുടങ്ങും. അതേസമയം എന്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കൈകൾ പരിശുദ്ധമല്ലെന്ന് കണ്ടെത്തിയിട്ടും മകൾ ED കുരുക്കിൽ പെട്ടിട്ടും മുഖ്യൻ ദേഷ്യപ്പെട്ടാൽ ആ വാർത്ത മുക്കും, അല്ലെങ്കിൽ അച്ഛന്റെ രോദനമാക്കി മാറ്റും. സ്വാഭാവികം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.